വെൽക്കം ബാക്ക് ടു ഗീതൂസ് ഫുഡിംഗ് ഹബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് ബ്ലോഗ് ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ഇടാൻ പോകുന്നത്. നമ്മൾ ഷോർട്സ് ആണ് ഇടുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇടുന്നുണ്ടായിരുന്ന ഷോർട്സ് ഒക്കെ നമ്മുടെ കുഞ്ഞപ്പനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കുഞ്ഞപ്പനും ഗീതുട്ടിക്കും വേണ്ടിയിട്ട് അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പലപ്പോഴും ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആൻഡ് ഫ്രൈ ആവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഉള്ളു വെന്തിട്ടുണ്ടാവുന്ന വെച്ചിട്ട് നമ്മളത് എടുത്ത് മാറ്റും. പക്ഷെ കഴിക്കുമ്പോഴാണ് മനസ്സിലാവുക ഉള്ളു തീരെ വെന്തിട്ടുണ്ടാവില്ല. പിന്നെ അത് കഴിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ലെഗ് പീസ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ പെട്ടെന്ന് അതായത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനായിട്ട് മറക്കല്ലേ. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഹെൽത്തി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മൾ ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ലെഗ് പീസും പിന്നെ 2 കുഞ്ഞി പീസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദേ കുഞ്ഞി പാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞി പാപ്പ ഹായ് പറഞ്ഞു. ഹായ് ഹായ്ക്ക് പകരം ബായ് കേട്ടോ പറയാം. അപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അടച്ചു വെച്ചില്ലെങ്കിൽ ഇയാളെടുത്ത് അത് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് കളയും. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ അധികവും കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടി തീരെ ഇടുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്കൂശം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി കിട്ടിപ്പോയി ഗൈസ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ലേശം കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ മല്ലിപ്പൊടി ആഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അത് കാരണമാണ്. അപ്പൊ ഞാനൊരു 1/4 ടീസ്പൂണോളം മാത്രമാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്തിരിക്കുന്നത്. വാവ്. അത് അങ്കുമ്പോൾ നമുക്ക് ഉപ്പ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം. അപ്പൊ ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ to 3/4 ടീസ്പൂൺ. അപ്പൊ നമ്മളിതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതുപോലെ ഒരു തുണ്ട് മല്ലിപ്പൊടി ഇട്ട് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം തൈര് ഇട്ടിട്ട് നന്നായിട്ട് പെരട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികൾ തീർത്ത് വെക്കാം കേട്ടോ. അല്ലേ വേണ്ടിട്ട് പല മാഞ്ചിനും. അപ്പോൾ ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു തുണ്ടിട്ട് ഒരു പിഞ്ചോളം സോൾട്ട് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓട്സാണ്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓട്സ് നമ്മൾ ലേശം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാമല്ലോ. ഞാൻ കുറച്ച് മാത്രമാണ് ആദ്യം എടുത്തേക്കണത്. ഓട്സും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് ചിക്കനുള്ള കാര്യങ്ങൾ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായേക്കണം. കാരണം നമുക്ക് അധികം നേരത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഉണ്ണിമീൻ എന്താണ് ഇങ്ങനെ ഇവിടെ ഇരുത്തിയേക്കുന്നത്. ഉണ്ണിനെ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ആള് ഭയങ്കര വാശിയിരിക്കും. അത് കാരണമാണ് കേട്ടോ. നമുക്ക് ഒരു 3 പീസോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ണിയെടുത്ത് മാറ്റിട്ട് പോയിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ലോയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഇത് മൊഴിയാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ. നമ്മൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ്ഗ് ഉണ്ടല്ലോ ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഓട്സിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്യും. നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ടോട്ട്സ് ഒന്ന് കോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല, ഇങ്ങനെ വിട്ടു പോകും. കാരണം നമ്മളിതൊന്ന് വേവിച്ചതല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ചിക്കനല്ലേ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അങ്ങനെ പൊത്തി ഓട്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ ആദ്യം ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഇതാക്കിയിട്ട് തന്നെ, ഇത് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 സെക്കൻഡ് മതി. കാരണം ഓട്സിൻ്റെ ഓരോക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് 2-3 സെക്കൻഡ് കൂടിപ്പോയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത വെളിച്ചെണ്ണ കാരണമാണ് കേട്ടോ ആ കറുത്ത കളർ, അതായത് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തതിൻ്റെ ഒരു മൊരിയാണത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക് യു.